ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 46 മുതലുള്ള വാക്യങ്ങൾ. അവർ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടി എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെയിരുന്നിരുന്നു. നസ്രായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്രായ യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസ്ത്രം ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്ന് അവനെ ഏറ്റവും അധികം നിലവിളിച്ച് പറഞ്ഞു. അപ്പോൾ യേശു നിന്നും അവനെ വിളിപ്പേൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നുവെന്ന് അവൻ പറഞ്ഞു. കുരുടനെ വിളിച്ചു. അവൻ തൻ്റെ പുതപ്പ് ഇട്ട് കളഞ്ഞ് ചാഴ്ന്നിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് നീ ഇച്ഛിക്കുന്നതെന്ന് ചോദിച്ചു. റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശുവിനോട്, പോകാൻ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച യാത്രയിൽ അവനെ അനുഗമിച്ചു. യേശു കർത്താവിൻ്റെ കണ്ട കുരുടന് കാഴ്ച ലഭിച്ച അവന് കാണത്തില്ല, പക്ഷേ അവൻ അനുഭവിച്ചിട്ടുണ്ട് യേശുവിനെ. അവൻ യേശുവിനെ അറിയാൻ സാധിച്ചു, കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. അതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. യേശു നമ്മളോടൊപ്പം ഉണ്ട് എന്ന്, യേശു നടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കി, യേശു ദാവീദ് പുത്രനാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോൾ, യേശുക്രിസ്തു ദാവീദ് പുത്രനാണെന്ന് മനസ്സിലാക്കി തീർക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ മാസത്തിൻ്റെ ആരംഭ ദിവസത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പാദപീഠങ്ങൾ വരുമ്പോൾ ഞങ്ങൾ യേശു കർത്താവിനെ ദാവീദ് പുത്ര എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ കഴിഞ്ഞകാല അവസ്ഥയിൽ നിന്നൊരു പുതിയ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ, ഒരു പുതിയ ശക്തിയോടും പുതിയ ബലത്തോടും കൂടെ പ്രവേശിക്കുവാൻ ഇന്ന് അതിനെ ഞങ്ങൾക്ക് സഹായിക്കണം. ഇന്ന് മാത്രമല്ല, ഈ മാസത്തിൻ്റെ എല്ലാ ദിനങ്ങളിലും ഞങ്ങൾക്കത് സാധ്യമായി തീരണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലസ് യു.